പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് സ്കീമ? നിങ്ങളെല്ലാവരും പറയാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. നമ്മുടെ അറിവിന്റെ ഏറ്റവും പ്രാഥമികമായ വൈജ്ഞാനിക ഘടനയുടെ ഏറ്റവും ചെറിയ വൈജ്ഞാനിക ഘടനയുടെ ഏറ്റവും ചെറിയ രൂപമാണ് സ്കീമ എന്ന് പറയുന്നത് അല്ലെ. അപ്പം പിയാഷെ പറയുന്നത് എല്ലാവരിലും എന്തുണ്ടാവും? സ്കീമകൾ ഉണ്ടാവും. ആ സ്കീമകളിൽ വരുന്ന മാറ്റമാണ് പഠനത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് അല്ലെ. ഇപ്പൊ സ്കീമയില് മാറ്റം വരുന്നത് രണ്ട് രീതിയിലാവാം. അസിമിലേഷൻ വഴിയാകാം, അക്കോമഡേഷൻ വഴിയാവാം. അപ്പൊ നിങ്ങളോട് ഈ സ്കീമ, അസിമിലേഷൻ, അക്കോമഡേഷൻ എന്തായാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സ്കീം ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അസിമിലേഷന്റെ ഡെഫിനിഷനും അക്കോമഡേഷന്റെ ഡെഫിനിഷനും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിലവിലുള്ള സ്കീമയിൽ തന്നെ കൂട്ടിച്ചേർക്കുക അല്ലെ. അറിവ് നിലവിലുള്ള സ്കീമയിൽ തന്നെ കൂട്ടിച്ചേർക്കുന്നതിനാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കീമയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ സ്കീമ എന്ന് പറയുന്നത് വൈജ്ഞാനിക ഘടകത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ ഘടനയാണ്. ആ ഘടനയിൽ വരുന്ന മാറ്റത്തിന് അക്കോമഡേഷൻ എന്ന് പറയും. ആ നിലവിലുള്ള സ്കീമയിൽ കൂട്ടിച്ചേർക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? അസിമിലേഷൻ എന്ന് പറയും. അപ്പം അസിമിലേഷൻ, അക്കോമഡേഷൻ വഴി നമ്മൾ ഒരു ഡിസിക്വിലിബ്രിയം, നമുക്ക് എന്താണ് ഏതെങ്കിലും ഒരു അറിവ് നേടുമ്പോൾ നമ്മളൊരു ഡിസിക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് ഉണ്ടാവുക, ഒരു അസന്തുലിതാവസ്ഥയിലാണ് നമ്മൾ ഉണ്ടാവുക. അപ്പം അത് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താനുള്ള രണ്ട് വഴികളും കൂടിയാണ് എന്ത്? അസിമിലേഷനും അക്കോമഡേഷനും. ക്വസ്റ്റ്യൻ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. അക്കോമഡേഷനിലേക്ക് എത്താനുള്ള ഡിസിക്വിലിബ്രിയത്തിൽ നിന്ന് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താനുള്ള രണ്ട് വഴികളാണ് പിയാഷെ നിർദ്ദേശിച്ച വഴികളാണെന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ അസിമിലേഷൻ അല്ലെങ്കിൽ അക്കോമഡേഷൻ കൊടുക്കാറുണ്ട്. അപ്പൊ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിയാഷെയുടെ ഘട്ടങ്ങളാണ്. ആദ്യത്തേതാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇത് നിങ്ങൾ പഠിച്ചതാണ്. ഞാൻ ജസ്റ്റ് ക്വസ്റ്റിന് വേണ്ടി പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. സെൻസറി മോട്ടോർ സ്റ്റേജ് എന്തോ ഡൗട്ട് ചോദിച്ചു, എനിക്ക് ക്ലിയർ ആയില്ല. ക്ലിയർ ആവുന്നില്ല. വോയിസ് ക്ലിയർ അല്ല കേൾക്കുന്നത്. ക്ലിയർ അല്ല? ഇപ്പൊ ക്ലിയർ ആണോ? ഹലോ, പറയൂ. ഒന്നും കൂടി പറഞ്ഞത് ഒന്നും കൂടെ പറയൂ, കാരണം ഒക്കെ കട്ടായിയാണ് കേട്ടത്. എല്ലാവർക്കും ഈ പ്രശ്നമുണ്ടോ? ചില സമയത്ത് ബ്രേക്ക് ആവുന്നുണ്ട് മാം. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ. യെസ് മിസ്. അപ്പൊ നമ്മൾ ഓക്കെ, ഇപ്പൊ പിയാഷെയുടെ മൂന്ന് ഘട്ടങ്ങളാണ്, മൂന്ന് കോൺസെപ്റ്റ് ആണ്, ബേസിക് കോൺസെപ്റ്റ് ആണ് പറഞ്ഞത്. സ്കീമ, അസിമിലേഷൻ, അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മള് പിയാഷെയുടെ ഘട്ടങ്ങളിലേക്കാണ് പോകുന്നത്. ഒന്നാമത്തേത് സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇങ്ങനെ 4 സ്റ്റേജസ് ആണ് പിയാഷെ പറഞ്ഞത്. ഒന്നാമത്തത് സെൻസറി മോട്ടോർ സ്റ്റേജ് അല്ലെങ്കിൽ ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് പറയുന്നത്. അത് ബർത്ത് ടു 2 വയസ്സ് വരെയാണ് പിയാഷെ ഏകദേശം അതിന്റെ പ്രായം പറഞ്ഞത്. അപ്പൊ ഈ ഒരു സ്റ്റേജില് നമ്മളോട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് എന്ത്? വസ്തുസ്ഥിരത, ഒബ്ജക്റ്റ് പെർമനൻസ്. കുട്ടിക്ക് വസ്തുസ്ഥിരത കൈവരിക്കുന്ന കാലഘട്ടം പിയാഷെയുടെ ഡെവലപ്മെന്റൽ പ്രിൻസിപ്പിൾ അനുസരിച്ച്, അല്ല ഡെവലപ്മെന്റൽ സ്റ്റേജസ് അനുസരിച്ച് ഏതാണെന്നത് നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോ ഒന്നാമത്തെ സ്റ്റേജില് ഇന്ദ്രിയ ചാലക ഘട്ടത്തില് മെയിൻ ആയിട്ടുള്ള ഒരു
പോയിന്റ് ആണ് ഇത് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുസ്ഥിരത അല്ലെ. ഒരു വസ്തു നമ്മുടെ കുട്ടിയുടെ മുന്നിൽ നിന്ന് മാഞ്ഞാലും അത് അവിടെ തന്നെ ഉണ്ട് എന്നുള്ള ബോധം കുട്ടിക്ക് വരുന്നത് എപ്പോഴാണ്? ആ ഒരു സ്റ്റേജിലാണ്. അതായത് കുട്ടി അമ്മ കുട്ടിയുടെ മുന്നിൽ നിന്നും കുറച്ച് മാറി അടുക്കളയിലോ അങ്ങനെ പുറത്തേക്കോ പോയാല് അമ്മ എങ്ങോട്ട് പോയില്ല, ആ അമ്മയുണ്ട്, ഇപ്പൊ മാറിയതാണെന്ന് കുട്ടിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഏത് സ്റ്റേജിൽ വരും? സെൻസറി മോട്ടോർ സ്റ്റേജിൽ വരും. അപ്പം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ് എന്ത്? വസ്തുസ്ഥിരത. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. ഒബ്ജക്റ്റ് പെർമനൻസ് അല്ലെങ്കിൽ വസ്തുസ്ഥിരത ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തുക. സെൻസറി മോട്ടോർ സ്റ്റേജ് ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് തരും, അല്ലെങ്കിൽ ഐന്ദ്രിയ ചാലക ഘട്ടം എന്ന് തരും, അല്ലെങ്കിൽ സംവേദ കാലഘട്ടം. സെൻസറി മോട്ടോർ സ്റ്റേജ് സെൻസ് ഓർഗൻസ് വഴിയാണ് ഈ ഒരു സ്റ്റേജിൽ എന്ത് ചെയ്യുന്നത്? കുട്ടി കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ 4 പേരിൽ ചോദിക്കാം, നിങ്ങൾ ഓർത്ത് വെക്കണം. ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് തന്നാലും, ഐന്ദ്രിയ ചാലക ഘട്ടം എന്ന് തന്നാലും, സംവേദ കാലഘട്ടം എന്ന് തന്നാലും, സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് തന്നാലും എല്ലാം എന്താണ്? പിയാഷയുടെ 1ാമത്തെ സ്റ്റേജിനെയാണ് കാണിക്കുന്നത്, ഇന്ദ്രിയ ചാലക ഘട്ടത്തെയാണ്. അതിൽ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ് എന്ത്? ഒബ്ജക്റ്റ് പെർമനൻസ് അല്ലെങ്കിൽ വസ്തുസ്ഥിരത. ഒരു വസ്തു കൺമുന്നിൽ നിന്ന് മാഞ്ഞാലും അത് അവിടെ തന്നെ ഉണ്ട് എന്നുള്ള ബോധം കുട്ടിക്ക് വരുന്നത് ആ ഒരു സ്റ്റേജിലാണ്. പിന്നെ ആ സ്റ്റേജിൽ എന്തുണ്ട്? സ്ഥലബോധം ഉണ്ട്, കാലബോധം, കാരണബോധം, അതേപോലെ തന്നെ സ്ഥലബോധം, കാലബോധം, കാരണബോധം എല്ലാം കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടെയാണ് ആ ഒരു കാലം. സ്ഥലബോധം, കുട്ടി വീട് വിട്ട് വേറൊരു സ്ഥലത്ത് പോയാലും കുട്ടിക്ക് എന്ത് ചെയ്യില്ല, ഒരു സാറ്റിസ്ഫൈഡ് ആവില്ല. കുട്ടി വേഗം തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരണം എന്നുള്ളൊരു ടെൻഡൻസി ആയിരിക്കും. നമുക്ക് ചെറിയ മക്കളുള്ളവർക്കൊക്കെ അറിയാം, ഒരു കല്യാണ വീടുകളിലോ എവിടെയോ പോയാൽ കുട്ടി അവിടെ നിൽക്കില്ല, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, സ്വന്തം ആ ഒരു വീട്ടിലെത്തി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കുട്ടി നോർമൽ സ്റ്റേറ്റിലേക്ക് വരുള്ളൂ. അപ്പൊ സ്ഥലബോധം, നമ്മളെ കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കുട്ടി കരയും അല്ലെ, ചെറിയ മക്കള് കരയും. അപ്പൊ ഞാൻ കരഞ്ഞാല് എന്റെ കാര്യങ്ങൾ സാധിക്കും എന്നുള്ള ബോധമുണ്ട്. എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കരയൽ ഒരു കാരണമായിട്ടാണ് കുട്ടി കാണുന്നത്. കാരണബോധം, അതേപോലെ കാലബോധം, സമയബോധം എല്ലാം കുട്ടിക്കുണ്ട്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് ഇതാണ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട എന്തൊക്കെയാണ്? ഒബ്ജക്റ്റ് പെർമനൻസ്, കാലബോധം, കാരണബോധം, സ്ഥലബോധം, സമയബോധം, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യത്തെ സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. 2ാമത്തെ സ്റ്റേജ് ആണിത്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെ. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ആ സ്റ്റേജിൽ വരുന്ന പ്രധാനപ്പെട്ടതാണ് 2 to 7 വയസ്സ് വരെയാണ്. അപ്പൊ 1ാമത്തെ ചോദ്യം, നമ്മുടെ കുട്ടികള് പ്രൈമറി ക്ലാസ്സിൽ വരുന്ന ഒരു സമയമാണ് ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഒരു കേട്ടറ്റ് എക്സാമിന് ചോദിച്ചതാണ്, പിയാഷയുടെ വൈജ്ഞാനിക ഘട്ടങ്ങളിൽ പ്രൈമറി സ്കൂളുകളിൽ വരുന്ന കുട്ടി ഏത് ഘട്ടത്തിലാണ് വരുന്നത്? പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഏത് ഘട്ടത്തിലാണ് വരിക? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് വരിക. അപ്പൊ ഈ ഒരു സ്റ്റേജിന്റെ മെയിൻ പ്രത്യേകതയാണ് അനിമിസ്റ്റിക് തിങ്കിങ്. അനിമിസ്റ്റിക് തിങ്കിങ്, അതേപോലെ തന്നെ അനിമിസ്റ്റിക് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സചേതന ചിന്ത എന്ന് പറയും. ജീവനില്ലാത്തവയൊക്കെ എന്ത് ചെയ്യാം, ജീവനുള്ളതുപോലെ കാണാം. നമ്മള് പലപ്പോഴും കാണുന്നതാണ് എന്ത്, പാവക്കുട്ടികളെയൊക്കെ എടുത്തിട്ട് കുട്ടികളെ ജീവനുള്ളത് പോലെ എന്ത് ചെയ്യാം, കളിക്കുന്നത്. അല്ലെങ്കിൽ മുന്നിലുള്ള മുറ്റത്തിലെ ചെടികളോടൊക്കെ ക്ലാസ്സിലെ കുട്ടികളായിട്ടൊക്കെ സങ്കല്പിച്ചിട്ട് കുട്ടികൾ എന്ത് ചെയ്യും, കളിക്കും. അപ്പൊ അതിനെയാണ് അനിമിസ്റ്റിക് തിങ്കിങ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് എന്ത്, പ്രതീകാത്മക ചിന്തനം. പ്രതീകാത്മക ചിന്തനം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഈ തലക്കാണിയൊക്കെ അല്ലെങ്കിൽ റിമോട്ട് ഫോണായിട്ടൊക്കെ സങ്കല്പിക്കുക, പെൻസില് റോക്കറ്റ് ആയിട്ടൊക്കെ സങ്കല്പിക്കുന്ന ആ ഒരു ചിന്തയാണ് പ്രതീകാത്മക ചിന്തനം എന്ന് പറയാം. അപ്പം ആ ഒരു സ്റ്റേജിലുള്ള ഒന്നാമത്തെ പ്രത്യേകത ആനിമിസ്റ്റിക് തിങ്കിങ്, 2 പ്രതീകാത്മക ചിന്തനം, പിന്നെ അഹം കേന്ദ്രീകൃത ചിന്ത എന്ന് പറയുന്നതും ആ ഒരു സ്റ്റേജിന്റെ പ്രത്യേകതയാണ്. അഹം കേന്ദ്രീകൃത ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം തന്റെ കാഴ്ചപ്പാടിലൂടെയാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? ലോകത്തെ കാണുന്നത്. ഞാൻ എണീക്കുമ്പോൾ നേരം വെളുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുമ്പോൾ രാത്രിയാവുന്നു, അങ്ങനെ മറ്റ് മുതിർന്നവരുടെ കാഴ്ചപ്പാടിൽ കാണാൻ കുട്ടി ആയിട്ടില്ല. സ്വന്തം ചിന്തയിലൂടെയാണ് എല്ലാം കാണുന്നത്. അപ്പം അതിനാണ് ഈഗോ സെൻട്രിസം അല്ലെങ്കിൽ അഹം കേന്ദ്രീകൃത ചിന്ത എന്ന് പറയുന്നത്. അപ്പം അനിമിസ്റ്റിക് തിങ്കിങ്, പ്രതീകാത്മക ചിന്തനം, അഹം കേന്ദ്രീകൃത ചിന്ത അല്ലെങ്കിൽ ഈഗോ സെൻട്രിസം, ഇതൊക്കെ ഏതിൻ്റെതാണ്? രണ്ടാമത്തെ സ്റ്റേജായ പ്രാഗ് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജ്. ഈ പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജിനെ തന്നെ 2 ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് എന്താണ്? പ്രീ കൺസെപ്ച്വൽ അല്ലെങ്കിൽ ആശയദാന പൂർവഘട്ടം. 2 to 4 വയസ്സ് വരെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്. 2 to 4 വരെ എന്ത് പറയും? പ്രീ കോൺസെപ്ച്വൽ. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ആശയാണല്ലോ. പ്രീ കോൺസെപ്ച്വൽ, ആശയത്തിന്റെ മുന്നേ ഉള്ളത്, ആശയദാന പൂർവഘട്ടം എന്ന് പറയും. അതേപോലെ 4 to 7 ഭൂതോദയ ഘട്ടം അല്ലെങ്കിൽ ഊഹന ഘട്ടം. അതിന് ഇംഗ്ലീഷ് ഇൻഡ്യൂട്ടീവ് സ്റ്റേജ് എന്ന് പറയും. ഞാനിങ്ങനെ സ്റ്റേജിന്റെ പേര് പ്രത്യേകം പറയുന്നത് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് പേര് വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ടാണ് ഓരോന്നും പ്രത്യേകം പ്രത്യേകം പറയുന്നത്. പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പേര് പ്രത്യേകമായിട്ട് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ സ്റ്റേജിനെ നമ്മൾ പ്രീ ഓപ്പറേഷണൽ അല്ലെങ്കിൽ പ്രാഗ് മനോവ്യാപാര ഘട്ടം എന്ന് പറയും. അതിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ആക്കിയതാണെന്ത്? 2 മുതൽ 4 വയസ്സ് വരെ പ്രീ കോൺസെപ്ച്വൽ അല്ലെങ്കിൽ ആശയദാന പൂർവഘട്ടം എന്ന് പറയും. 4 to 7 ഭൂതോദയ ഘട്ടം അല്ലെങ്കിൽ ഊഹന ഘട്ടം ഓർ ഇൻഡ്യൂട്ടീവ് സ്റ്റേജ് എന്ന് പറയും. അപ്പം ഈ പെൻസിലിനെ റോക്കറ്റ് ആയിട്ട് കാണുന്ന പ്രതീകാത്മക ചിന്തനം, സിംബോളിക് തിങ്കിങ്, അതൊക്കെ വരുന്നത് എവിടെയാണ്? പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജിലാണ് അല്ലെങ്കിൽ ആശയദാന പൂർവഘട്ടത്തിലാണ്. അപ്പൊ നിങ്ങളോട് ഒരിക്കൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ് എന്ത്? പെൻസിലിനെ റോക്കറ്റായി സങ്കല്പിച്ച് കളിക്കുന്ന കുട്ടി പിയാഷയുടെ വൈജ്ഞാനിക ഘട്ടത്തിൽ ഏത് സ്റ്റേജിലാ വരുന്നത്? അപ്പൊ അവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നു ആശയദാന പൂർവഘട്ടം അല്ലെങ്കിൽ പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജ് എന്നുണ്ടായിരുന്നു. അപ്പം സ്റ്റേജിന്റെ പേര് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ആശയദാന പൂർവഘട്ടം അല്ലെങ്കിൽ പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജ്. പിന്നെ സചേതന ചിന്ത, ജീവനില്ലാത്ത വസ്തുക്കൾ ജീവൻ ഉള്ളതുപോലെ കളിക്കുന്നത്, ചിന്തിക്കുന്നത്, അതിനെയാണ് അനിമിസം എന്ന് പറയാം. അത് അടുത്ത ഘട്ടത്തിലാണ്, ഇൻഡ്യൂട്ടീവ് സ്റ്റേജിലാണ് ആ ഒരു തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ സെൻട്രേഷൻ, ഒരേ കാര്യത്തിൽ മാത്രമേ ഈ സമയത്ത് കുട്ടിക്ക് കേന്ദ്രീകരിക്കാൻ പറ്റും. കേന്ദ്രീകരണം. അപ്പം ഇതൊക്കെ എന്താണ്? ഈ 4 മെയിൻ ആയിട്ട് ഓർത്ത് വെക്കാം. എന്തൊക്കെയാണ്? പ്രതീകാത്മക ചിന്തനം, സചേതന ചിന്ത, അഹം കേന്ദ്രീകൃത ചിന്ത, സെൻട്രേഷൻ. ഇതിൽ വരുന്നതാണോ? ഓ, റിവേഴ്സിബിലിറ്റി ഒക്കെ ഇതിൽ വരുന്നതാണോ? റിവേഴ്സിബിലിറ്റി ആയിട്ടില്ല. ഈ ഒരു സ്റ്റേജിന്റെ പരിമിതിയായിട്ട് വേണമെങ്കിൽ റിവേഴ്സിബിലിറ്റി പറയാം. ഞാൻ അതിവിടെ പറഞ്ഞിട്ടില്ല. പ്രത്യാവർത്തനം അല്ലെങ്കിൽ റിവേഴ്സിബിലിറ്റി ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് വരില്ല. അപ്പം വരാത്ത പരിമിതി ഏതാന്ന് ചോദിച്ചാല് നമുക്ക് ഈ സ്റ്റേജ് പറയാം. റിവേഴ്സിബിലിറ്റി ഒക്കെ അടുത്ത സ്റ്റേജിലാണ് കേട്ടോ, പറയാം. അപ്പം 4 നിങ്ങൾ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കുക. സചേതനം, പ്രതീകാത്മകം, അഹം കേന്ദ്രീകൃതം, സെൻട്രേഷൻ ഓർ കേന്ദ്രീകരണം. ഇത് 4 രണ്ടാമത്തെ സ്റ്റേജ് ആണ്. ഇനി അടുത്തതാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ രൂപാത്മക മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ സമൂർത്ത മനോവ്യാപാര ഘട്ടം ഓർ വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം.
ഇങ്ങനെ 4 പേരിൽ പറയപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങള് പേര് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇതിന്റെ ഇംഗ്ലീഷ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പം ഈ ഒരു സ്റ്റേജിൽ കുട്ടിക്ക് ഏതൊക്കെ ഡെവലപ്മെന്റ് വരും? അപ്പൊ ഇവിടെ എന്താണ്, അമൂർത്തങ്ങളായിട്ടുള്ള ആശയങ്ങളെ കുറിച്ച്, അതായത് അമൂർത്തം എന്ന് പറഞ്ഞാൽ എന്താ, അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളെ, അതായത് തൊട്ട് നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം. ഇപ്പൊ ഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കുക, അവർ കാണുന്നില്ലല്ലോ ഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ആറ്റങ്ങൾ എന്നുള്ള കോൺസെപ്റ്റ്, തന്മാത്ര, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിസിക്കലി കുട്ടികൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഡെവലപ്പ് ചെയ്യുന്നില്ല. നമ്മുടെ തൊട്ട് മുന്നിൽ കാണിക്കുന്ന വസ്തുക്കളെ പറ്റിയുള്ള ധാരണ മാത്രമേ എന്തുള്ളൂ, കുട്ടികൾക്ക് ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, മൂർത്ത മനോവ്യാപാരം. മൂർത്തം എന്ന് പറഞ്ഞാൽ എന്താണ്, അബ്സ്ട്രാക്ട് ആണ്, കാണുന്ന വസ്തുക്കൾ എന്നാണ് അർത്ഥം. അങ്ങനെയാണ് ഈ സ്റ്റേജിൽ ആ പേര് വരുന്നത്. അപ്പം അമൂർത്ത ആശയതലത്തിലുള്ള പാഠഭാഗങ്ങൾ ഗ്രഹിക്കാനാണ് ഈ ഒരു സമയത്ത് കുട്ടിക്ക് കഴിയുള്ളൂ. പിന്നെ കൺസർവേഷൻ ഡെവലപ്പ് ചെയ്യും. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കൺസർവേഷൻ മലയാളം ഇല്ല കേട്ടോ, കൺസർവേഷൻ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറ്. കൺസർവേഷൻ മീൻസ് 2 പാത്രത്തില്, വലിയ ഉയരമുള്ള പാത്രത്തിലും പരന്ന പാത്രത്തിലും പാലോ വെള്ളമോ ഒക്കെ എടുത്താൽ ഉയരമുള്ള പാത്രത്തിലാണ് കൂടുതലെന്ന് തോന്നും. പക്ഷേങ്കിൽ ഈ ഒരു സ്റ്റേജിലുള്ള കുട്ടിക്ക് എന്ത് മനസ്സിലാവും, 2എടുത്താലും അളവിൽ വ്യത്യാസം വരുന്നില്ല എന്നുള്ളൊരു ബോധം എന്ത് ചെയ്യും, കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പീരീഡ് ആണ് ഈ 3ാമത്തെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക, ഇങ്ങനെ നമുക്ക് തരും, 2 പാത്രത്തില് ഇന്ന സാധനം എടുത്തു, പക്ഷെ 2 പാത്രത്തിൽ എടുത്തതും ഷേപ്പ് വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിലും അളവിൽ വ്യത്യാസപ്പെടുന്നില്ല എന്ന് കുട്ടിക്ക് തിരിച്ചറിയുന്നു എങ്കിൽ ആ കുട്ടി പിയാഷയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ ഏത് സ്റ്റേജിലാണ്? ഇങ്ങനെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിലാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പം ആ ഒരു കൺസർവേഷൻ എന്ന് പറയുന്ന തോട്ട് ഡെവലപ്പ് ചെയ്യുന്ന പീരീഡ് ആണ് ഇത് 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ റിവേഴ്സിബിലിറ്റിയും എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, 2ഉം 3ഉം കൂട്ടിയാൽ 5 ആണെന്ന് കുട്ടിക്കറിയാം. പക്ഷെങ്കില് 2ാമത്തെ സ്റ്റേജിൽ 5ൽ നിന്ന് 3 കുറച്ചാൽ തിരിച്ചിങ്ങോട്ടേക്ക് വന്നാൽ എന്താന്ന് കുട്ടിക്ക് പറയാൻ പറ്റില്ല 2ാമത്തെ സ്റ്റേജിൽ. പക്ഷെ മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും കുട്ടിക്ക് എന്ത് മനസ്സിലാവും, 2ഉം 3ഉം കൂട്ടിയാൽ 5 ആണെങ്കിൽ 5ൽ നിന്ന് 3 കുറച്ചാൽ 2 കിട്ടും എന്നുള്ള റിവേഴ്സ് തിങ്കിങ്ങും എവിടെ ഡെവലപ്പ് ചെയ്യും, 3ാമത്തെ സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യും. റിവേഴ്സിബിലിറ്റി അല്ലെങ്കിൽ പ്രത്യാവർത്തനം എന്ന് പറയും. പിന്നെ സീരിയേഷൻ, ശ്രേണീകരണം, അതായത് ക്ലാസിഫിക്കേഷൻ. കുറെ ഒബ്ജക്റ്റ് തന്നാൽ അതിന്റെ ഓരോരോ പ്രോപ്പർട്ടി അനുസരിച്ച് തരംതിരിക്കാനും ക്രമപ്പെടുത്താനും ഒക്കെ എന്ത് ചെയ്യും, ഈ ഒരു പീരീഡിൽ കഴിയും. അപ്പം എന്താ, ക്രമപ്പെടുത്തൽ സീരിയേഷന് കഴിയും, ശ്രേണീകരണം, ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെ ഈ സ്റ്റേജിന്റെ പ്രത്യേകതയാണ്. പിന്നെ പകരൽ ചിന്ത ഓർ ട്രാൻസിറ്റിവിറ്റി, അതെന്താണ്, ഒരിടത്ത് ഉപയോഗിച്ച് അറിവ് മറ്റൊരിടത്തിൽ പ്രയോഗിക്കാനും കുട്ടിക്ക് കഴിയും. പിന്നെ സമയം, ദൂരം, വേഗത എന്നിവയെ കുറിച്ചൊക്കെ ഒരു ധാരണ എന്തുണ്ടാവും, കുട്ടിക്ക് ഉണ്ടാവും. പിന്നെ ഫ്യൂച്ചറിനെ പറ്റി അല്ലെങ്കിൽ പാസ്റ്റിനെ പറ്റി, പ്രസന്റ് എന്താണ്, പാസ്റ്റ് എന്താണ്, പ്രസന്റ് എന്താണ്, ഫ്യൂച്ചർ എന്നിവയെ കുറിച്ചൊക്കെ നല്ലൊരു ധാരണ കുട്ടിക്ക് ഈ ഒരു സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യും. ഇൻ ഷോർട്ട് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, അമൂർത്ത ആശയങ്ങളെ കുറിച്ചിട്ടുള്ള ബോധമാണ് ഈ കാലത്ത് ഈ ഒരു പീരീഡിൽ കുട്ടിക്ക് ഡെവലപ്പ് ആവുകയുള്ളൂ. പിന്നെ കൺസർവേഷൻ ഉണ്ട്, റിവേഴ്സിബിലിറ്റി ഉണ്ട്, സീരിയേഷൻ ഓർ ക്രമപ്പെടുത്തൽ, ശ്രേണീകരണം ഓർ ക്ലാസിഫിക്കേഷൻ, പകരൽ ചിന്ത ഓർ ട്രാൻസിറ്റിവിറ്റി, പിന്നെ യുക്തിചിന്ത. ഇത് ഏകദേശം ഫുള്ളി ഡെവലപ്ഡ് അല്ലെങ്കിലും യുക്തിപരമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. സമയം, ദൂരം എന്നിവയെ കുറിച്ച് ധാരണയുണ്ടാവും. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നിവയെ കുറിച്ച് ധാരണയുണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ദെൻ ലാസ്റ്റ് സ്റ്റേജ് എന്താണ്, അമൂർത്ത മനോവ്യാപാര ഘട്ടം. അബ്സ്ട്രാക്ട് എന്നാണ് ഞാൻ പറഞ്ഞല്ലേ, ഇതൊരു അമൂർത്തം എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ആണ് കേട്ടോ, വേർഡ് മാറിപ്പോയതാണ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാലാണ് ഫിസിക്കലി ടച്ച് ചെയ്യാൻ പറ്റുന്നത്. അമൂർത്തം ആണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അമൂർത്തത്തിന്റെ ഇംഗ്ലീഷ് ആണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് കേട്ടോ. സോറി, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും
എന്നോട് പറയുമ്പോൾ മാറിപ്പോയതാണ്. അബ്സ്ട്രാക്ട് അമൂർത്തം, കോൺക്രീറ്റ് മൂർത്തം. ലാസ്റ്റ് സ്റ്റേജിലാണ് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ബോധം വരുന്നത്. നിങ്ങൾ തന്നെ ഇപ്പൊ എന്തായാലും PTCയോ BEdോ കഴിഞ്ഞവരായിരിക്കും ഈ ക്ലാസ്സിൽ ഉണ്ടാവുകയെന്ന് അറിയാം. അപ്പൊ നിങ്ങൾ 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലാണല്ലോ. അങ്ങോട്ട് വരുമ്പോഴൊക്കെയാണ് നമ്മൾ ആറ്റം, തന്മാത്ര, ഗ്രഹങ്ങൾ ഇങ്ങനെയുള്ള അബ്സ്ട്രാക്ട് ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതി, ഫിസിക്കലി കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള പഠനം നടക്കുന്നത് 6ാം ക്ലാസ് അങ്ങോട്ടാണ്. അപ്പൊ എന്താണ് അവരുടെ ഘട്ടം എന്താണ്? 2 മുതൽ 7 വരെ വയസ്സുള്ളതാണ് നമ്മള്, 7 മുതൽ 11 വയസ്സ് വരെയാണ് 3ാമത്തെ ഘട്ടത്തിന്റെ വയസ്സ്. അപ്പൊ അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കുട്ടിക്ക് ധാരണ വരുന്നത്. അബ്സ്ട്രാക്ട് തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, അതേപോലെ ഹൈപ്പോത്തറ്റിക് തിങ്കിങ്, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ലാസ്റ്റ് സ്റ്റേജിലാണ്. അപ്പം ഓരോ സ്റ്റേജിന്റെയും ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. വ്യാപാരഘട്ടം തന്നെയല്ലേ ഔപചാരിക മനോവ്യാപാരഘട്ടം? അമൂർത്തം എന്ന് പറയും, ഔപചാരികം എന്ന് പറയും, പരികൽപ്പന ഘട്ടം എന്നും പറയും. 3 രീതിയിലും പറയും. ഔപചാരികം, അമൂർത്തം, പരികൽപ്പന ഘട്ടം. മറ്റു പേരുകളൊന്ന് പറഞ്ഞുതരാമോ? മൂർത്തയാണോ? മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ രൂപാത്മകം. രൂപങ്ങൾ കണ്ടിട്ടാണല്ലോ കുട്ടി പഠിക്കുന്നത്. അപ്പൊ രൂപാത്മകം അല്ലെങ്കിൽ സമൂർത്തം. സമൂർത്തം അല്ലെങ്കിൽ വസ്തുനിഷ്ഠ വ്യാപാരഘട്ടം. വസ്തുനിഷ്ഠ വ്യാപാരഘട്ടം. അപ്പൊ ഇത്രയാണ് പിയാഷയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ പിയാഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ഓർത്തിട്ട്, സ്കീമ, അസിമിലേഷൻ, അക്കോമഡേഷൻ, ദെൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഘട്ടങ്ങള് ഓർത്ത് വെക്കുക. അപ്പം മെയിൻ ആയിട്ട് എക്സാമില് ചോദിക്കുന്ന കാര്യങ്ങള് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അടുത്ത വരുന്നത് ആരാണ്? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസവുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ആളാണ്. അക്കോമഡേഷനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? എന്താണ് അക്കോമഡേഷന്? അതൊന്നും കൂടെ ഒന്ന് പറയോ, റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അക്കോമഡേഷൻ ഒരു എക്സാമ്പിള് പറയാം. ഇപ്പോ നമ്മള് ഒരു കുട്ടി, ചെറിയ കുട്ടികൾക്ക് ഒരു പൂച്ചയെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് കുട്ടിക്ക് ഉണ്ടാവും. 4 കാലുള്ള, 2 ചെവിയുള്ള, ഒരു വാലുള്ള ഒരു ജീവിയാണ് പൂച്ച എന്നുള്ള ധാരണ കുട്ടിക്കുണ്ട്. ആ ഒരു അറിവ് കുട്ടിക്കുണ്ട്. അപ്പൊ ഇങ്ങനെ കുട്ടി പിന്നീട് ഒരവസരത്തില് ഒരു പട്ടിയെ കാണുന്നു. പട്ടി എന്താണ്? 4 കാലുണ്ട്, 2 ചെവിയുണ്ട്, ഒരു വാലുണ്ട്, 2 കണ്ണുണ്ട്. അപ്പൊ നിലവിലെ കുട്ടിക്ക് എന്തറിവുണ്ട്? ഈ 4 കാലുള്ള ഈ ഒരു ജീവി പൂച്ചയെ പോലെ തന്നെ ഏകദേശം കാണാനുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കുന്നു. അപ്പൊ നിലവിലെ കുട്ടിക്ക് പുതിയ അറിവൊന്നുമില്ല. പട്ടിയെ കണ്ടപ്പോഴും കുട്ടി എന്ത് വിചാരിക്കുന്നു? ഇതും പൂച്ച തന്നെയാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ അത് ആക്ച്വലി പൂച്ചയാണോ? അല്ല. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത് പൂച്ചയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിയാണ്, ഇത് പട്ടിയാണെന്നുള്ള തിരിച്ചറിവ് കുട്ടിക്ക് ഉണ്ടാകുമ്പോൾ അപ്പൊ പൂച്ച എന്നുള്ള സ്കീമയില് ഒരു നവീകരണം അല്ലെങ്കിൽ എന്താണ് ഒരു ചേഞ്ച് വരുത്തുകയാണ്. നിലവിലുള്ള സ്കീമയില് ഒരു ചേഞ്ച് വരുത്തുകയാണ്. അപ്പൊ അതാണ് എന്ത് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഒരു പൂച്ചയെ കണ്ടിട്ട് മറ്റൊരു പൂച്ചയെ കാണുമ്പോൾ നിറം മാറ്റമുള്ള ഒരു പൂച്ച, ഒരു വെളുത്ത പൂച്ചയെ കണ്ടിട്ട് ഒരു കറുത്ത പൂച്ചയെ കാണുന്നു. അപ്പൊ ഇതെന്താണ്? പൂച്ച തന്നെയാണ്, പക്ഷെ കളറിൽ മാത്രമേ മാറ്റമുള്ളൂ. അപ്പൊ അതെന്താണ്? നിലവിലുള്ള അറിവിൽ തന്നെ കൂട്ടിച്ചേർത്താണ്. അവിടെ വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ ഇവിടെ എന്താണ്? പട്ടിയെ പോലെ തന്നെയാണ്, പക്ഷെ എന്താണ് അത് പൂച്ചയല്ല പട്ടിയാണെന്നുള്ള പുതിയൊരു അറിവ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. നിലവിലുള്ള സ്കീമയിൽ മാറ്റം വരുത്തുന്നതിനാണ് എന്ത് പറയാം? അക്കോമഡേഷൻ എന്ന് പറയാം.
വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ വീട്ടില് ഒരു കുട്ടിക്ക് നമ്മൾ കളിപ്പാട്ടങ്ങൾ കൊണ്ടുകൊടുക്കുമല്ലോ. അപ്പൊ ഒരു ഉരുട്ടിയാ പോകുന്ന ഒരു കാറ് കൊണ്ടുകൊടുക്കുകയാണ്. അതുകൊണ്ട് കളിച്ചിരിക്കുന്ന കുട്ടിക്ക് പിന്നീട് ഒരിക്കലും നമ്മൾ കീ കൊടുത്തു കഴിഞ്ഞാൽ ഓടുന്ന ഒരു കാറും കൊണ്ടുകൊടുത്തു. അപ്പൊ സാധാരണ കുട്ടി എന്താ ചെയ്യാ? പണ്ടേ ഉരുട്ടിയാ പോകുന്ന കാറായിരുന്നു. അപ്പൊ അതിനെ ഉരുട്ടി നോക്കും. കീ കൊടുത്താ വിടുന്ന കാറിനും ആദ്യം ഒന്ന് ഉരുട്ടി നോക്കും. പക്ഷെ അത് നീങ്ങൂല. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കാണ് ഇതെന്തല്ല ഉരുട്ടിയാ പോകുന്നതല്ല, ഇത് കീ കൊടുത്തു കഴിഞ്ഞാല് പോകുന്ന കാറാണെന്ന്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? കുട്ടി കീ കൊടുത്തു നോക്കും. അപ്പം ആദ്യമുള്ളതിൽ നിന്നും പുതിയൊരു മാറ്റം വരുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നിലവിലുള്ള സ്കീമയിൽ മാറ്റം വരുത്തുന്ന പ്രോസസ്സിനാണ് എന്ത് പറയാം? അക്കോമഡേഷൻ എന്ന് പറയാം. നിലവിലുള്ള സ്കീമ അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നതിനാണ് എന്ത് പറയാം? അക്യുമുലേഷൻ എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് ഏത് ഇയറാന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു എക്സാമിൽ ചോദിച്ചതാണത്. ഉരുട്ടിയാൽ പോകുന്ന കാറ് കൊണ്ട് കളിച്ചിരിക്കുന്ന കുട്ടി താക്കോൽ കൊടുക്കുന്ന കാർ കിട്ടിയാലും ആദ്യം ഉരുട്ടി നോക്കുന്നു. അപ്പം ഇത് പിയാഷെയുമായി ബന്ധപ്പെട്ട ഏത് ആശയമാണ്? അപ്പൊ അവിടെ മാറ്റമൊന്നും വരുത്തിയില്ല അല്ലെ? കീ കൊടുത്താൽ ഓടുന്ന കാറ് കിട്ടിയപ്പോഴും കുട്ടി ഉരുട്ടി നോക്കിയിട്ടേ ഉള്ളൂ. സ്കീമയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ അത് ഏതാണ്? സ്വാംശീകരണം അല്ലെങ്കിൽ അക്യുമുലേഷൻ ആണ്. അപ്പൊ ഇനി ആ തിരിച്ചറിവ് കിട്ടിയിട്ട് കുട്ടി വീണ്ടും എന്ത് ചെയ്യാണ്? കീ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തായി? സ്കീമയിലെ മാറ്റം വന്നു. അത് അക്കോമഡേഷൻ ആയിട്ട് മാറും. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ JCB കണ്ടിട്ട് ആനവണ്ടി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു ഒരു 2 വർഷം മുന്നേ. ആ അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാവും. എന്താണ്, എങ്ങനെയാ ചോദിക്കുന്നത്? ഡെഫിനിഷനും ചോദിക്കാം, വിത്ത് ആപ്ലിക്കേഷൻ ലെവലിലും ക്വസ്റ്റ്യൻ വരാം. ഇപ്പൊ ചോദിച്ച ആൾക്ക് ഓക്കെ ആണോ? ഓക്കെ മാം, താങ്ക് യു. ഓക്കെ. അടുത്തതാണ് ബ്രൂണറ്. ബ്രൂണറെ പറയുമ്പോൾ എന്താണ്? ഇതേപോലെ 3 ഘട്ടങ്ങളുണ്ട് അല്ലെ? ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, ദെൻ സിംബോളിക് സ്റ്റേജ്. 3 ഘട്ടങ്ങളാണ്. അപ്പം ഇതില് പ്രത്യേകിച്ച് എന്തില്ല, ഒന്ന് വയസ്സ് പറയുന്നില്ല. ബ്രൂണർ ഇപ്പം പിയാഷെ ക്ലാസിഫൈ ചെയ്തതുപോലെ എന്തില്ല, വയസ്സ് പറഞ്ഞിട്ട് ആര് ക്ലാസിഫൈ ചെയ്തില്ല? ബ്രൂണർ ക്ലാസിഫൈ ചെയ്തിട്ടില്ല. ഇപ്പൊ 3 സ്റ്റേജസ് എന്ന് പറയുമ്പോൾ ഇനാക്റ്റീവ് പ്രവർത്തനഘട്ടം, ഐക്കോണിക് ബിംബനഘട്ടം, സിംബോളിക് പ്രതിരൂപാത്മകം അല്ലെങ്കിൽ പ്രതീകാത്മകം എന്നും ചോദിക്കാം കേട്ടോ. പ്രതിരൂപാത്മകം അല്ലെങ്കിൽ പ്രതീകാത്മകം എന്നും ചോദിക്കാം. ഇപ്പൊ പ്രവർത്തനഘട്ടം നിങ്ങള് ഏകദേശം എന്താണ് ബ്രൂണർ പറയുന്നുണ്ട്? പിയാഷെയുടെ സെൻസറി മോട്ടോർ സ്റ്റേജിന് ഈക്വൽ ആണ് എന്ത്? ബ്രൂണറിന്റെ ഇനാക്റ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രവർത്തന ഘട്ടം. അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്രൂണറുടെ പ്രവർത്തന ഘട്ടം പിയാഷെയുടെ വൈജ്ഞാനിക ഘട്ടങ്ങളിൽ ഏതുമായിട്ട് സാമ്യം ഉണ്ട്? അപ്പം പ്രവർത്തന ഘട്ടം എന്താണ്? ഇനാക്റ്റീവ് സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജിന് ഈക്വൽ ആണ്. അപ്പൊ അവിടെ എന്താ? മൊത്തം ആക്ഷൻസിലൂടെയാണ് കാര്യങ്ങൾ കൺവേ ചെയ്യുന്നത് അല്ലെ? ഭാഷയില്ല, ഒന്നുമില്ല. എന്താണ്? മൊത്തം സെൻസ് ഓർഗാൻസും അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഫുള്ളി ആക്ഷൻ ബേസ്ഡ് ആണ് കാര്യങ്ങള്. ഫുള്ളി ആക്ഷൻ ബേസ്ഡ് ആണ്. ലേണിംഗ് ത്രൂ ഫിസിക്കൽ ആക്ഷൻ. രണ്ടാമത്തെ ഘട്ടം എത്തുമ്പോഴേക്കും ഒരു മെന്റൽ ഇമേജസ് നിങ്ങൾ കാണാം. ഇപ്പൊ 2 മുതൽ 7 വയസ്സ് വരെ ആ ഒരു അത് വയസ്സ് പറയുന്നില്ലെങ്കിലും എന്താണ്, പിയാഷെയുടെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിനോട് ഈക്വൽ ആയിട്ടാണ് ഇത് വരുന്നത്, ഐക്കോണിക് വരുന്നത്. അപ്പം അവിടെ നിങ്ങൾ പലപ്പോഴായിട്ടും കണ്ടാവും ചെറിയ മക്കളില് ഇപ്പൊ ഇങ്ങനൊക്കെ വരച്ചിട്ട് ഇത് അച്ഛനാന്നൊക്കെ പറയും. അവർക്ക് എന്ത് ചെയ്യില്ല, ഇങ്ങനൊക്കെ വരച്ചിട്ട് ഇത് അച്ഛനാണ് ഇത് അമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് എന്ത് ചെയ്യും? അവരുടെ കോൺസെപ്റ്റുകൾ കൺവേ ചെയ്യും. അവിടെ എന്തില്ല, ആക്ച്വലി ഭാഷ ഡെവലപ്പ് ചെയ്യുന്നില്ല. ഒരു മെന്റൽ ഇമേജസ് ആണ് കുട്ടിക്ക് ഫോം ചെയ്യുന്നത്.
പിന്നെ അവിടെ പെർസെപ്ഷൻ കാര്യങ്ങള് ഇൻഡിപെൻഡന്റ് ആണ്. പെർസെപ്ച്വൽ എക്സ്പീരിയൻസ് ദാറ്റ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് മോട്ടോർ ആക്ഷൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ മെയിൻലി എന്താണ്, മെന്റൽ ഇമേജസ് ആണ് ഫോം ചെയ്യുന്നത്. പിന്നെ സിംബോളിക് സ്റ്റേജ്. ഈ സിംബോളിക് സ്റ്റേജ് മെയിൻ ആയിട്ടും പിയാഷെയുടെ ലാസ്റ്റ് ഘട്ടം അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജ് ആണ് സിംബോളിക് സ്റ്റേജ്. അപ്പൊ സിംബോളിക് സ്റ്റേജ് ഏതിനോടായിരിക്കും ഈക്വല്? ലാസ്റ്റത്തെ ഫോമൽ ഓപ്പറേഷനോടാണ് ഈക്വൽ ആവുന്നത് കേട്ടോ. സിംബോളിക് സ്റ്റേജ് ഈസ് ഈക്വൽ ടു ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. പിന്നെ ബ്രൂണറുടെ പ്രത്യേക ഇതാണ് എന്ത്, കുറച്ച് കോൺസെപ്റ്റ് ആണ് ഡിസ്കവറി ലേണിംഗ്, കണ്ടെത്തൽ പഠനം. ഇപ്പൊ എന്താണ് മെയിൻ ആയിട്ടും സ്കൂളുകളിലൊക്കെ കുട്ടികൾ സ്വയം കണ്ടെത്തുക, സ്വയം അറിവ് നിർമ്മിക്കുക, ഇങ്ങനെയാണ് അല്ലെ. നമ്മുടെ ടീച്ചേഴ്സ് എന്താണ് ജസ്റ്റ് അതിനുള്ള ഒരു സ്കഫോൾഡിങ് അല്ലെങ്കിൽ കൈത്താങ്ങ് കൊടുക്കുക എന്നുള്ളതാണ് ടീച്ചേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള റോള്. പണ്ടത്തെ പോലെ നോട്ട്സ് കൊടുക്കുക, അതേപോലെ അത് കുട്ടികളെ ബൈഹാർട്ട് പഠിക്കുക എന്നുള്ള കോൺസെപ്റ്റേ ഇപ്പൊ ഇല്ല. ഫുള്ള് എന്ത് ചെയ്യാം, കുട്ടികൾ സ്വയം അറിവ് നിർമ്മിക്കുക, അവരുടെ ചുറ്റുപാടുകളെ അനുസരിച്ച് ചുറ്റുപാടുകളുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ സഹായത്തോടുകൂടി അറിവ് നിർമ്മിക്കുക എന്നുള്ള ആശയമാണ് ഇപ്പൊ സ്കൂളുകളിലൊക്കെ നടക്കുന്നത്. അപ്പം ഈ നമ്മളോട് ചോദിക്കുക എന്താണ്, ഡിസ്കവറി ലേണിംഗ് ആരുടേതാണ്? അപ്പം മറക്കരെ ഡിസ്കവറി ലേണിംഗ് ആരാണ്? ബ്രൂണർ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്കവറി ലേണിംഗ് ബൈ ബ്രൂണർ. അവിടെ എന്താണ്, ടീച്ചർ ഒരു സ്കഫോൾഡർ മാത്രമാണ്, ഒരു ഫെസിലിറ്റേറ്റർ ആണ്. ടീച്ചറിന്റെ റോളും അവിടെ ചോദിക്കാം. ബ്രൂണറുടെ ഡിസ്കവറി ലേണിംഗിൽ ഒരു ടീച്ചറിന്റെ റോൾ എന്താണ്? ഓർത്ത് വെക്കുക, ഫെസിലിറ്റേറ്റർ ആണ്, സ്കഫോൾഡർ ആണ്, ഒരു കൈത്താങ് കൊടുക്കുന്ന ആളാണ് എന്നൊക്കെ മനസ്സിലാക്കുക. ദെൻ അടുത്തതാണ് സ്പൈറൽ കരിക്കുലം. സ്പൈറൽ കരിക്കുലം മീൻസ് എന്താണ്? ഇപ്പൊ നമ്മള് 1ാം ക്ലാസ്സില് ഒരു ആനയെ കുറിച്ചുള്ള ആനയുടെ ഒരു ചിത്രം കൊടുക്കും അല്ലെ. ഇത് ആനയാണ്. അപ്പൊ കുട്ടികള് വേറെ ഒന്നും ഉണ്ടാവില്ല, കുട്ടികൾ എന്നെ കണ്ട മനസ്സിലാക്കും ആനയ്ക്ക് 2 ചെവിയുണ്ട്, അങ്ങനെ ഇങ്ങനെയുള്ള ഒരു ജീവിയാണ് ആന. പിന്നെ ആനയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വരും ക്ലാസ്സുകളിൽ ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടും. ആനക്ക് തുമ്പിക്കൈയാണ്. ഇപ്പം കുറച്ച് അങ്ങോട്ടത്തുള്ള കുറച്ച് മുതിർന്ന ക്ലാസ്സിലേക്ക് വരുമ്പോൾ പല്ലാണ് തുമ്പിക്കൈ ആയിട്ട് വളർന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, കൂടുതൽ കൂട്ടിച്ചേർക്കപ്പെടും. അപ്പൊ ആശയം ചെറുതായിട്ട് 1ാം ക്ലാസ്സിലുണ്ട്, അതുമേൽ കൂട്ടി ചേർത്ത് വരുന്ന രീതിയാണെന്ത്, സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. അപ്പം ഓർത്ത് വെക്ക, സ്പൈറൽ കരിക്കുലം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ടോ ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ചോദിക്കാം. ഇപ്പം ഇതെന്തായാലും ഒരു 3 മാർക്കിനെങ്കിലും ഈ 3 പേരെ കുറിച്ചും നിങ്ങളോട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. 3 അല്ലെങ്കിലും മിനിമം ഒരു 3 ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടാവും. പിന്നെ അടുത്ത വരുന്നതാണ് ആര്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം ബൈ വൈഗോട്സ്കി. മറ്റു 3 പേരെ പോലെ തന്നെ 2 പേരെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ആര്? വൈഗോട്സ്കി. അപ്പൊ ഇത് രണ്ടിൽ നിന്നും വ്യത്യാസമായിട്ട് വൈഗോട്സ്കിൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ, പിയാഷെ സമൂഹത്തിന് ഒരു ഇമ്പോർട്ടൻസും നൽകിയില്ല. കുട്ടി അറിവ് നിർമ്മിക്കുന്നത് എന്താണ്, കുട്ടിയുടെ കോഗ്നിറ്റീവ് പവർ ഉപയോഗിച്ചിട്ടാന്നുള്ളതാണ് പിയാഷെ മെയിൻലി ഫോക്കസ് ചെയ്തത്. അതായത് പിയാഷെ എങ്ങോട്ട് പോയിട്ടില്ല, സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതേപോലെ ബ്രൂണറും അത്യാവശ്യം എന്ത് ചെയ്തിട്ടില്ല, സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷെ വൈഗോട്സ്കി എങ്ങോട്ട്, സമൂഹത്തിന്റെ ഒരു പ്രാധാന്യം, കുട്ടിയുടെ പഠനത്തിൽ സമൂഹത്തിന്റെ പങ്ക് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുത്തിയത് ആരാണ്? വൈഗോട്സ്കിയാണ്.
അപ്പൊ വൈഗോട്സ്കിയുടെ മറ്റൊരു ആശയമാണെന്ത്? ZPD അല്ലെ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സമീപസ്ഥ വികാസ മണ്ഡലം എന്ന് പറയും. അപ്പൊ നമ്മള് എന്താണ് ZPD, അതിന്റെ ഡെഫിനിഷൻ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ZPD? വൈഗോട്സ്കി വരുമ്പോ അവിടെ നമുക്ക് ഉണ്ടാവുക ZPD ആണ്. കുട്ടിക്ക് ഒരു കറണ്ട് എബിലിറ്റി ഉണ്ടാവും അല്ലെ, നമുക്ക് കുട്ടിക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ ഒരു എബിലിറ്റി ഉണ്ടാവും. ആ ഒരു എബിലിറ്റിയും പിന്നെ നമ്മൾ ടീച്ചറിന്റെ സഹായത്തോടു കൂടി കുട്ടി വേറൊരു ലെവലിൽ എത്തും. ഇത് കറണ്ട് ലെവൽ, ഇത് പൊട്ടൻഷ്യൽ ലെവൽ. ഇത് കറണ്ട് ലെവൽ, ഇത് പൊട്ടൻഷ്യൽ ലെവൽ. അപ്പം കുട്ടി സ്വന്തം കഴിവും പിന്നെ ടീച്ചറിന്റെ ഒരു സ്കഫോൾഡിങ്ങും കൂടിയപ്പോ പൊട്ടൻഷ്യൽ ലെവലിലെത്തി. അപ്പൊ എന്താണ് ZPD എന്ന് ചോദിച്ചാൽ എന്താണ്? പൊട്ടൻഷ്യൽ ലെവൽ അല്ല, ഇത് രണ്ടും തമ്മിലുള്ള ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സമീപസ്ഥ വികാസ മണ്ഡലം എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി 2 സ്റ്റെപ്പ് കയറുന്നുണ്ട്, ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 2 സ്റ്റെപ്പ് കയറുന്നുണ്ട്. അപ്പം അമ്മയുടെ സഹായത്താല് അമ്മ ഒന്ന് താങ്ങി കൊടുത്തപ്പം 8 സ്റ്റെപ്പ് വരെ കുട്ടി കയറി. അപ്പം അവിടെ ZPD എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 അല്ലേ? 2 സ്റ്റെപ്പ് കയറി പിന്നെ 8 സ്റ്റെപ്പ് എത്തി അല്ലെ. അപ്പം 8 സ്റ്റെപ്പും 2 സ്റ്റെപ്പും തമ്മിലുള്ള വ്യത്യാസം 6 ആണ് അല്ലെ. അപ്പം 6 ആയിരിക്കും അവിടെ എന്ത്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 ആയിരിക്കും. അതായത് പൊട്ടൻഷ്യൽ ലെവലും കറണ്ട് ലെവലും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ബ്രൂണർ ആശയങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ അതേപോലെ വൈഗോട്സ്കിയുടെ ആശയങ്ങളാണ് സ്കഫോൾഡിങ്. സ്കഫോൾഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ തന്നെ നമ്മളിപ്പോ ZPD പറയുമ്പോൾ തന്നെ പറഞ്ഞു അല്ലെ, കറണ്ട് ലെവലിൽ നിന്ന് പൊട്ടൻഷ്യൽ ലെവലിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഒരാളുടെ കൈത്താങ്ങിനെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം ആ ഒരു കൈത്താങ് അതന്നെയാണ്, കൈത്താങ് എന്നുള്ള ആശയം കൊണ്ടുവന്നത് ആരാണ്? വൈഗോട്സ്കി ആണ്. അതേപോലെ കോപ്പറേറ്റീവ് ലേണിംഗ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ്. അപ്പം എന്താണ് കോപ്പറേറ്റീവ് ലേണിംഗ്? സഹകരണ പഠനവും സഹവർത്തിത പഠനവുമാണ്. ഇപ്പൊ കോപ്പറേറ്റീവ് ലേണിംഗ് നമ്മളിപ്പോ ക്ലാസ് റൂമുകളില് ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പല ഒരു ടോപ്പിക് എടുക്കണമെങ്കിൽ അതിനെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് വിഭജിച്ച് പല ഗ്രൂപ്പുകളിൽ 4 or 5 ഗ്രൂപ്പുകളാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഓരോ ഗ്രൂപ്പിനും ഓരോ ടോപ്പിക്ക് അസൈൻ ചെയ്ത് കൊടുക്കും അല്ലെ. എന്നിട്ട് അവര് ഓരോ ഗ്രൂപ്പും കണ്ടുപിടിച്ച് ലാസ്റ്റ് എന്ത് ചെയ്യും? പ്രസന്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യാം? കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയും. അപ്പൊ നമ്മൾ ടീച്ചർ ഉണ്ടാവും, നമ്മൾ ടീച്ചറിന്റെ മാർഗനിർദ്ദേശ പ്രകാരം കുറച്ച് ടോപ്പിക്സ് ഓരോരുത്തർക്ക് കൊടുക്കും, അവരത് ചെറിയ ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തിക്കും. ഇനിയിപ്പം സഹവർത്തിത പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പഠന ലക്ഷ്യം മുൻനിർത്തിയിട്ടായിരിക്കും അവിടെ ഉണ്ടാവുക. ഇപ്പൊ നമ്മള് ഒരു എക്സാമ്പിള്, സഹവർത്തിത പഠനത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ സയൻസ് ഫെയർ അല്ലെങ്കിൽ മാത്സ് ഫെയർ, അങ്ങനെ ഫെയറുകളൊക്കെ ഉണ്ടാവുമ്പോൾ ടീമായിട്ട് നമ്മൾ പ്രോജക്റ്റ് ഒക്കെ അവതരിപ്പിക്കും. അപ്പൊ അവിടെ എന്താണ്? ഇപ്പം ഒരു സയൻസ് ഫെയറിനാണെങ്കിൽ ഇപ്പൊ ഗ്രഹങ്ങളെ കുറിച്ച് ഉള്ള ഒരു പ്രസന്റേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ, അപ്പൊ വരക്കാൻ ഒരാൾ ഏറ്റെടുക്കും, അത് പ്രസന്റ് ചെയ്യാൻ മറ്റൊരാൾ ഏറ്റെടുക്കും, പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊരാൾ ഏറ്റെടുക്കും. അങ്ങനെ 3 പേരാണെങ്കിൽ 3 പേരും ആ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പ്രവർത്തിക്കും. അവിടെ എന്താണ്? ഒരൊറ്റ പഠന ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ലക്ഷ്യം എന്ത് ചെയ്യും? എല്ലാവരും വിഭജിച്ച് എടുക്കും. പക്ഷെ സഹകരണാത്മക പഠനത്തിൽ എന്താണ് വരിക? ഒരു അധ്യാപകന്റെ മാർഗനിർദ്ദേശ പ്രകാരം പല ഗ്രൂപ്പുകളായിട്ട് മാറും. പക്ഷെ ഓരോ ഗ്രൂപ്പിലേക്കും എടുക്കുമ്പോൾ എന്താണ് വരുന്നത്? സഹവർത്തിത പഠനം തന്നെയാണ് വരുന്നത്. ഇപ്പൊ നമ്മള് സോഷ്യൽ സയൻസിൽ തിണകളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ 4-5 തിണകൾ ഉണ്ടല്ലേ. ഓരോ തിണകളും ഓരോരുത്തർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും, ഓരോ ഗ്രൂപ്പിനും. അപ്പൊ ആ ഓരോ തിണകളുടെ പ്രത്യേകതകൾ ഓരോ ഗ്രൂപ്പും
കണ്ടുപിടിക്കും. ഒരൊറ്റ ഗ്രൂപ്പിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ സഹവർത്തിത പഠനം തന്നെയല്ലേ നടക്കുന്നത്. അവിടെ ഒരു ഗ്രൂപ്പ് നോക്കുമ്പോൾ അവർക്ക് ഒറ്റ ലക്ഷ്യമേ. ഇപ്പൊ പാലയാണെങ്കിൽ പാലൈ എന്ന് പറയുന്ന ആ ഒരു തിണയെ കുറിച്ച് മാത്രം പഠിക്കാം. മുല്ലൈക്കാറ് മുല്ലേനെ കുറിച്ച് മാത്രം പഠിക്കാം. ഒരൊറ്റ ഗ്രൂപ്പിലോട്ടൊക്കെ നോക്കുമ്പോൾ അവിടെ സഹവർത്തിത പഠനമാണ്. പക്ഷെ രണ്ടേ ക്ലാസ്സിനെ നോക്കുമ്പോൾ അത് സഹകരണ പഠനമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, സഹകരണാത്മക പഠനത്തിന് ഉള്ളിൽ വരുന്നതാണ് എന്ത്? സഹവർത്തിത പഠനം. സഹവർത്തിത പഠനത്തിൽ ഒരൊറ്റ പഠന ലക്ഷ്യം മാത്രമേ ഉണ്ടാവൂ. ആ പഠന ലക്ഷ്യം ഗ്രൂപ്പാംഗങ്ങൾക്കിടയിൽ വിഭജിച്ച് നൽകും. ശേഷം എന്ത് ചെയ്യും? എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യും? അത് കംപ്ലീറ്റ് ചെയ്യും. അവിടെ എന്ത് ചുമതലകള് വിഭജിച്ചു കൊടുക്കും. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. എല്ലാവരും നേട്ടത്തിന് വിധേയമാകും. ഇങ്ങനത്തെ കുറച്ച് പ്രത്യേകതകളും ഉണ്ട്. പിന്നെ കൾച്ചറൽ ഡിവൈസ്. ഈ സഹവർത്തിത പഠനമാണല്ലോ ഗ്രൂപ്പ് പഠനം ഒരു പഠനം ലക്ഷ്യമാക്കി മുൻനിർത്തിക്കൊണ്ട് സംഘമായി ചെയ്യുന്ന പ്രവർത്തനമാണെന്ന് പറഞ്ഞല്ലോ. ഈ കൊളാബറേറ്റീവ് ലേണിംഗ് സഹകരണാത്മക പഠനം ഒന്ന് പറയൂ. സഹവർത്തിത പഠനം തന്നെയാണ് കൊളാബറേറ്റീവ് ലേണിംഗ്. കോപ്പറേറ്റീവ് ലേണിംഗ് ആണ്. കോപ്പറേറ്റീവ് സഹകരണാത്മകം. അവിടെ എന്താണ്? ഇവിടെ സഹവർത്തിതം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ നമ്മൾ സഹകരണാത്മക പഠനം എന്ന് പറയുമ്പോൾ ഒരു 40 കുട്ടികളെ നമ്മൾ 8 പേരടങ്ങുന്ന 5 വീതം ഗ്രൂപ്പുകളാക്കാന്ന് വിചാരിക്കാം. അപ്പം അവിടെ ഓരോ ഗ്രൂപ്പിലും എന്താണ് വരുന്നത്? സഹവർത്തിത പഠനമാണ് വരുന്നത്. മനസ്സിലായോ? ക്ലാസ്സിൽ എന്താണ് പല തിണകളെ കുറിച്ചും നമ്മൾ ഡിസ്കഷൻ നടക്കും. പക്ഷെ ഒരു ഗ്രൂപ്പിനെ എടുക്കുമ്പോൾ അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അവർ ഒരു തിണകളെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതിന്റെ സവിശേഷതകൾ മാത്രമേ അവർ നോക്കുന്നുള്ളൂ. പക്ഷെ എന്റെ ക്ലാസ്സിലോട്ടേക്ക് വരുമ്പോ എന്താണ്? ഒരു അധ്യാപകൻ ഉണ്ടാവും, പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. കാരണം എല്ലാ തിണകളെ കുറിച്ചും അധ്യാപകന് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അപ്പം അതിനു വേണ്ടിയിട്ട് സഹവർത്തിത പഠനത്തിലേക്ക് പോകുന്നു. അപ്പൊ നിങ്ങൾ സിംപ്ലി എങ്ങനെ മനസ്സിലാക്കിയാൽ മതി? സഹകരണാത്മക പഠനത്തിന്റെ ഉള്ളിൽ എന്ത് വരും? സഹവർത്തിത പഠനം വരും. അതിൽ മെയിനായിട്ട് ഓർക്കുക, അവിടെ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അധ്യാപകന്റെ ഒരു മാർഗനിർദ്ദേശം മാത്രമേ ഉണ്ടാവില്ല. അധ്യാപകന്റെ മാർഗനിർദ്ദേശ പ്രകാരം എന്ന് പറയുമ്പോൾ അതെന്താണ്? സഹകരണാത്മകം, കോപ്പറേറ്റീവിലാണ് വരിക. പിന്നെ കൾച്ചറൽ ഡിവൈസസ്, റെസിപ്രോക്കൽ ലേണിംഗ്, സംവാദാത്മക പഠനം. ഇതൊക്കെ ആരുടെ ആശയങ്ങളാണ്? വൈഗോട്സ്കിയുടെ ആശയങ്ങളാണ്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ഇപ്പൊ താഴെ തന്നിരിക്കുന്നവ വൈഗോട്സ്കിയുടെ ആശയവുമായി ബന്ധപ്പെട്ടത് അല്ലാത്തത്, അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസമായിട്ട് ബന്ധപ്പെട്ടത് അല്ലാത്തത്, അങ്ങനൊക്കെ ചോദിക്കാം. അപ്പൊ ഇത് ഓരോന്ന് എന്താണ്, ആരുടേതാണ് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് ഓർത്ത് വെക്കാം. അപ്പം ഇനി എന്തെങ്കിലും ഇതില് ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലിയർ ആവാത്തതിന്റെ നിങ്ങൾക്ക് പറയാം, ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരും. പിന്നെ നമുക്ക് റെസിപ്രോക്കൽ ടീച്ചിങ് ആണ്. ഓക്കെ, മെയിനായിട്ടും ഈ റെസിപ്രോക്കൽ ടീച്ചിങ് അല്ലെങ്കിൽ പ്രതിക്രിയ അധ്യാപനം എന്നാണ് പറയാം. പ്രതിക്രിയ അധ്യാപനം എന്നാണ് പറയാം. അതെന്ന് വെച്ചാൽ ശരിക്കും ഭാഷാ ടീച്ചേഴ്സ് ആണ് കൂടുതലായിട്ട് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു പാരഗ്രാഫ് ഇംഗ്ലീഷിൻ്റെതാണെങ്കിൽ ഇംഗ്ലീഷിന്റെ ഒരു പാരഗ്രാഫ് വായിക്കും. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഒരു പാരഗ്രാഫ് വായിക്കും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വായിക്കും. അത് മനസ്സിലാക്കും. ആ പാരഗ്രാഫ് വായിച്ച പാരഗ്രാഫ് മനസ്സിലാക്കും. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് ചോദിക്കും. അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് ചോദിക്കും. ഇപ്പൊ ഒരു കഥയൊക്കെ ആണെങ്കിൽ അവിടുന്ന് ഇപ്പം ആരെ കൊന്നു അങ്ങനെയുള്ള കഥയിൽ അങ്ങനെ കുറെ ട്വിസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത് കുട്ടികൾ എന്ത് ചെയ്യും? ഒരു ഗ്രൂപ്പിലെ കുട്ടികൾ ഇങ്ങോട്ട് ചോദിക്കും. ശേഷം അതിനെ വീണ്ടും ആര് വിശദീകരിക്കും? ഈ വായിക്കുന്ന ഒരു ലീഡർ ഉണ്ടാവും. ഈ വായിക്കുന്ന ആള് നമ്മൾ ലീഡറെ പോലെ കൺസിഡർ ചെയ്യും. അപ്പൊ ആ ലീഡർക്ക് വീണ്ടും എന്ത് ചെയ്യാം? ആൻസർ പറയാനുള്ള അവസരം ഉണ്ടാവും. ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയും. അപ്പൊ ശേഷം ഈ ആൻസറിലൂടെ ചിലപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫിൽ അടുത്ത കഥയുടെ അവസാനം അല്ലെ ക്ലൈമാക്സ് എന്താന്നൊക്കെ പറയാൻ പറ്റും.
അപ്പം മെയിൻ ആയിട്ടും പ്രതിക്രിയ അധ്യാപകനം ഭാഷാ അധ്യാപകർക്കാണ് യൂസ് ചെയ്യുക. അവിടെ ഒരു പാരഗ്രാഫ് വായിക്കുന്നു, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അതിന്റെ ആൻസർ പറയുന്നു, അതിന്റെ ആൻസറിലൂടെ അടുത്ത ക്ലൈമാക്സ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രവചിക്കാൻ പറ്റുന്നു. ഇതിന് 4 ഘട്ടങ്ങളായിട്ട് പറയുന്നുണ്ട്. ഈ പ്രതിക്രിയാ അധ്യാപനത്തിന് 4 ഘട്ടങ്ങളായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തേത് എന്താണ്? ചോദ്യം ചോദിക്കൽ. ചോദ്യം ചോദിക്കൽ വായിക്കുന്നു, അതിലെ ചോദ്യം ചോദിക്കുന്നു. സംഗ്രഹിക്കൽ. സംഗ്രഹിക്കൽ. പിന്നെ വിശദീകരണം. ഈ ചോദ്യത്തിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. ഈ വിശദീകരിച്ചത് വെച്ചിട്ട് അടുത്തത് എന്താണെന്ന് പ്രവചിക്കാനും പറ്റുന്നു. ഇവിടെ എന്താണ് ആക്ച്വലി ഈ റെസിപ്രോക്കൽ ലേണിംഗ് എന്ന് പറയുന്നത് വായനാ പരിശീലനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു മെത്തേഡാണ്. അത് ഈ വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടു കൂടിയാണ് ഈ ഒരു റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏതൊരു PSC ആണോ കേട്ടിട്ടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതിയാണെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ റെസിപ്രോക്കൽ ലേണിംഗ് ആയിരുന്നു. റെസിപ്രോക്കൽ ടീച്ചിങ് ആണോ? അപ്പം ക്വസ്റ്റ്യൻ ആണോ പറയണ്ടേ? ഓക്കെ, പറയാം. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതിയാണ് റെസിപ്രോക്കൽ ലേണിംഗ് അല്ലെങ്കിൽ പ്രതിക്രിയ അധ്യാപനം. റെസിപ്രോക്കൽ ലേണിംഗ് എന്നും പറയും, റെസിപ്രോക്കൽ ടീച്ചിങ് എന്നും പറയും കേട്ടോ. റെസിപ്രോക്കൽ ലേണിംഗ് ഓർ റെസിപ്രോക്കൽ ടീച്ചിങ്. മാഡം ഡെഫിനേഷൻ ഒന്നും കൂടി ഒന്ന് പറയോ? ഓക്കെ, കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി റെസിപ്രോക്കൽ ലേണിംഗ്. അവിടെ ആരാണ്? ഒരു അധ്യാപകന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിനെ ഒന്നിക്കിൽ ലീഡ് ചെയ്യുന്നത് അധ്യാപകനായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുട്ടിയായിരിക്കാം. ഒന്നുകിൽ ക്ലാസ്സിൽ എന്ത് ചെയ്യും, അധ്യാപകൻ ഒരു പാരഗ്രാഫ് വായിക്കും, അല്ലെങ്കിൽ അധ്യാപകൻ പറയുന്ന ഒരു കുട്ടി. ആ ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്നത് ആരാണോ അവരായിരിക്കും എന്ത് ചെയ്യാം, ഈ പാരഗ്രാഫ് വായിക്കുകയും ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും അതിന് ആൻസർ ബാക്കിയുള്ള കുട്ടികൾ എന്ത് ചെയ്യും, പറയുകയും ചെയ്യും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരുന്നത് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, ബാക്കി ശേഷം നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ക്വസ്റ്റ്യൻ? കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ
വേണം. ഓക്കെ. കാണാം. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവ്. ജ്ഞാനനിർമ്മിതിവാദം കൺസ്ട്രക്റ്റിവിസം, കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആണ്. ഓപ്ഷൻ എ ഫ്രോയിഡ്, ഓപ്ഷൻ ബി പിയാഷെ, ഓപ്ഷൻ സി വൈഗോട്സ്കി, ഓപ്ഷൻ ഡി വെർത്തിമാൻ. ജ്ഞാനനിർമ്മിതിവാദം. ഓപ്ഷൻ ബി പിയാഷെ അല്ല? ഓപ്ഷൻ ബി പിയാഷെ ആണ്. നമുക്ക് ഈ ഏരിയന്ന് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. പക്ഷേ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പലരും അശ്രദ്ധ കൊണ്ട് തെറ്റിക്കുന്ന ക്വസ്റ്റ്യനും കൂടിയാണ്. പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി ഇവരെ 3 പേരെയും കണ്ടാൽ നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ ഓർത്ത് വെക്ക, ഓരോ പോയിന്റും ഓർത്ത് വെക്ക. ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറഞ്ഞാൽ അതാരാണ്? ഉപജ്ഞാതാവ് എന്ന് ചോദിച്ചാൽ അവിടെ ആരേ വരുള്ളൂ? പിയാഷെ മാത്രമേ വരുള്ളൂ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പിയാഷെയുടെ അഭിപ്രായത്തിൽ ഏതു വികാസഘട്ടത്തിലാണ് ഒബ്ജക്റ്റ് പെർമനൻസ് സാധ്യമാകുന്നത്? ഓപ്ഷൻ എ ഇന്ദ്രിയ ചാലക ഘട്ടം, ഓപ്ഷൻ ബി മൂർത്ത മനോവ്യാപാര ഘട്ടം, ഓപ്ഷൻ സി ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഓപ്ഷൻ ഡി പ്രാഗ് മനോവ്യാപാര ഘട്ടം. ഒബ്ജക്റ്റ് പെർമനൻസ്. ഓപ്ഷൻ എ ഇന്ദ്രിക ചാലക ഓപ്ഷൻ എ അല്ലെ, ഇന്ദ്രിയ ചാലക ഘട്ടം അല്ലെങ്കിൽ സെൻസറി മോട്ടോർ സ്റ്റേജ്. ഓക്കെ. അടുത്തത്, 8 വയസ്സായ അഹമ്മദിന് വസ്തുക്കളെ അതിന്റെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിക്കാനാകും. പിയാഷെയുടെ അഭിപ്രായത്തിൽ അഹമ്മദിനുള്ള കഴിവാണ് ഡാഷ്. എന്താ പറഞ്ഞ? ക്രമീകരിക്കാൻ പറ്റും. ക്രമീകരണം അല്ലെങ്കിൽ സീരിയേഷൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഏത് സ്റ്റേജിലാണ് ക്രമീകരണം? സ്റ്റേജല്ല ചോദിച്ചത്. ശ്രേണീകരണം. ശ്രേണീകരണമാണ്. റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചു പറയാം. 10, 9, 8, 7, 6 അങ്ങനെ. 1, 2, 3, 10 വരെ എണ്ണാൻ പറ്റിയെങ്കിൽ അതേപോലെ തിരിച്ചു എണ്ണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു കഴിവിനെയാണ് റിവേഴ്സിബിലിറ്റി എന്ന് പറയാം. ഇവിടെ ക്രമീകരിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത് അല്ലെ? ക്രമീകരണം മീൻസ് ശ്രേണീകരണമാണ് അല്ലെ? ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ബൗദ്ധിക വികാസത്തെ കുറിച്ചുള്ള പിയാഷെയുടെ സിദ്ധാന്തം പ്രധാനമായും ഓപ്ഷൻ എ ഇന്ദ്രിയ ചാലക വികാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ചാണ്, ഓപ്ഷൻ ബി ചിന്താശേഷി വികാസത്തെ കുറിച്ചാണ്, ഓപ്ഷൻ സി തെറ്റായ ചിന്തകളെ ശരിയായ വഴിയിലേക്ക് നയിക്കാനുള്ള ചികിത്സയെ കുറിച്ചാണ്, ഓപ്ഷൻ ഡി വളരുന്ന കുട്ടിയിൽ സാമൂഹിക ലോകം ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ചാണ്. ഇപ്പം പിയാഷെയുടെ സിദ്ധാന്തം പ്രധാനമായും, ഇപ്പൊ നിങ്ങൾക്ക് 1, 2 ഓപ്ഷൻ അങ്ങോട്ട് സെയിം ആണല്ലോ എന്ന് തോന്നും, ഇതും വരാലോ എന്നൊക്കെ തോന്നും. പക്ഷെ അവിടെ എന്തുണ്ട്? പ്രധാനമായും, മെയിൻലി ഫോക്കസ്ഡ് ഓൺ. പിയാഷെ എവിടെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്? ഓപ്ഷൻ ഏതാ വരിക? ഇന്ദ്രിയം കാണുമ്പോഴും ചിന്ത വരുമ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ പഠിച്ചതൊരു ഫോർമാറ്റിലാണ്, പക്ഷെ ക്വസ്റ്റ്യൻ വരുന്നത് കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ആണ് അല്ലെ? അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യനെ പരിചയപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തതും. അപ്പൊ പ്രധാനമായിട്ട് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. കോഗ്നിറ്റീവ് അല്ലേ? ചിന്താശേഷി, ബൗദ്ധിക വികാസം, ബുദ്ധിപരമായിട്ടുള്ള വികാസമാണ് എന്ത് ചെയ്യുന്നത്? മെയിൻ ആയിട്ടും പിയാഷെ ഫോക്കസ് ചെയ്യുന്നത്. ഇന്ദ്രിയ ചാലകമായിട്ട് പറയുന്നുണ്ട്, സെൻസറി മോട്ടോർ സ്റ്റേജിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ എന്തുണ്ട് ഇവിടെ പ്രധാനമായെന്ന് പറയുന്നത്? പ്രധാനമായും ചിന്താശേഷി, ബുദ്ധിയെ കുറിച്ചാണ് ആര് പറയുന്നത്? പിയാഷെ പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ,
നിങ്ങൾക്ക് എക്കോ അടിക്കുന്നത് പോലുണ്ടോ? ചെറുതായിട്ട് കട്ടായി ഇത് പോവാണ്. നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാ? ക്ലിയർ ആയിട്ടില്ല മിസ്സേ വോയിസ്. ഓപ്ഷൻ ബി ആണ് ചിന്താശേഷി വികാസം. ഓപ്ഷൻ ബി ചിന്താശേഷി വികാസം. മെയിൻലി പിയാഷെ ഫോക്കസ് ചെയ്യുന്നത് ചിന്ത, ബൗദ്ധിക ബുദ്ധി വികാസമാണ് കേട്ടോ. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും അല്ലെങ്കിൽ മോസ്റ്റ് സ്യൂട്ടബിൾ, ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലോണം ക്വസ്റ്റ്യൻ വായിക്കണം. അപ്പം 2 ഓപ്ഷനൊക്കെ ശരിയാവുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അവിടെ ഏറ്റവും അനുയോജ്യമായത് നിങ്ങൾ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. ഒരു ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്താം. 2 പാത്രങ്ങളിൽ തുല്യ അളവിൽ പാൽ എടുക്കുന്നു. ഒരു പാത്രത്തിലെ പാൽ പരന്ന പാത്രത്തിൽ ഒഴിച്ച് ഏത് പാത്രത്തിലെ പാലാണ് കൂടുതൽ എന്ന് ചോദിച്ചപ്പോൾ പരന്ന പാത്രത്തിലെ പാലാണ് കൂടുതൽ എന്ന് കുട്ടി പറയുന്നുണ്ടെങ്കിൽ പിയാഷെയുടെ അഭിപ്രായത്തിൽ ഏത് മാനസിക പ്രക്രിയയുടെ പരിമിതിയാണ് കുട്ടിക്കുണ്ടാകുക? ഓപ്ഷൻ എ കൺസർവേഷൻ, ഓപ്ഷൻ ബി സചേതനത്വം, ഓപ്ഷൻ സി പ്രത്യാവർത്തനം, ഓപ്ഷൻ ഡി അഹം കേന്ദ്രീകൃത ചിന്ത. അപ്പൊ പരിമിതിയാണ് ചോദിച്ചത്. ഓപ്ഷൻ എ കൺസർവേഷൻ. ഓക്കെ, ഇപ്പം കറക്റ്റ് ആണ്. ഇപ്പൊ കുറച്ച് ഒരു 25 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. ഈ 3 പേരെയും കണക്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഈ പറഞ്ഞതിൽ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, കോൺസെപ്റ്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. സചേതനത്വം എന്ന് പറഞ്ഞാൽ എന്താണ് മിസ്സേ? സചേതനത്വം ആ നമ്മൾ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ റോക്കറ്റ് ഒക്കെ, സോറി, പെൻസിലിനെ റോക്കറ്റ് ആയിട്ടൊക്കെ ചിത്രീകരിക്കുന്ന കുട്ടികൾ, നാം ക്ലാസ്സിൽ കുത്തുന്ന ആ പെൻസിൽ റോക്കറ്റ് വിടുന്നത് പോലെയൊക്കെ വിട്ട് കളിക്കുന്ന കുട്ടികളില്ലേ, ചെറിയ മക്കളെ. അപ്പം അങ്ങനെ ആ ഒരു പ്രതീകത്തിൽ ചിന്തിക്കുന്നതിനെയാണ് സചേതനത്വം എന്ന് പറയാം. ഇപ്പം നമ്മൾ ചെറിയ മക്കളെ കൊണ്ട് റിമോട്ട് ഒക്കെ എടുത്തിട്ട് നല്ലോണം ഫോൺ ചെയ്യുന്നുണ്ടാവും. ഓക്കെ ഞാൻ വരാന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പൊ ആ റിമോട്ടിനെ കുട്ടി സങ്കല്പിക്കുന്നത് എന്താണ്? ഫോണായിട്ടാണ്. ഒരു ഫോൺ എന്ന പ്രതീകമായിട്ടാണ് കുട്ടി റിമോട്ടിനെയും പെൻസിലിനൊക്കെ കാണുന്നത്. അതിനാണ് സചേതനത്വം എന്ന് പറയാം കേട്ടോ. ഈ മെറ്റാകോഗ്നിഷൻ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ ഉയരമുള്ള ഗ്ലാസും പരന്ന ഗ്ലാസും എടുക്കുകയാണെങ്കിൽ ഇപ്പൊ രണ്ടിലും ഒരേ അളവില് നമ്മള് ഒരേ അളവിലുള്ള വെള്ളമോ പാലോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാല് ഇപ്പം രണ്ടിലും ഒരേ അളവ് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കുട്ടികൾ പറയും എന്ത്, ഉയരമുള്ള ഗ്ലാസ്സിലുള്ളതാണ് കൂടുതൽ എന്ന്. അപ്പം ഉയരമുള്ള ഗ്ലാസ്സിലാണ് കൂടുതൽ എന്ന് പറയുകയാണെങ്കിൽ കുട്ടിക്ക് കൺസർവേഷൻ എന്ന് പറയുന്ന ആ ഒരു ചിന്ത വന്നിട്ടില്ല, ഡെവലപ്പ് ആയിട്ടില്ല എന്ന് പറയാം. ഇപ്പൊ രണ്ടിലും തുല്യ അളവിൽ ഒഴിച്ച് രണ്ടിലും ഒരേ അളവാണ്, ഏതെടുത്താലും കുഴപ്പമില്ല എന്ന് കുട്ടി പറയുകയാണെങ്കിൽ കൺസർവേഷൻ എന്നുള്ള ഒരു ചിന്ത അവിടെ ഡെവലപ്പ് ആയി എന്ന് പറയാം. സിംപ്ലി കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്രം മാറിയാലും അളവിൽ മാറ്റമില്ല എന്നുള്ള ആ ഒരു ബോധം കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസർവേഷൻ എന്ന് പറയുന്നത്. മിസ്സേ പ്രത്യാവർത്തനം എന്ന് പറയോ? പ്രത്യാവർത്തനം എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിലിറ്റിയാണ്. നമ്മൾ കുട്ടിയോട് 2ഉം 3ഉം കൂട്ടിയാൽ 5 എന്ന് പറയുന്നു. തിരിച്ച് കുട്ടിയോട് ചോദിക്കുകയാണ്, അങ്ങനെയാണ് 5ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ്? അപ്പൊ അത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് റിവേഴ്സിബിലിറ്റി, ആ ഒരു ചിന്ത ഡെവലപ്പായി എന്ന് പറയാം, ആ ഒരു കഴിവ് വന്നിട്ടുണ്ട് എന്ന് പറയാം. ഇല്ലെങ്കിൽ എന്താണ്, ആ ഒരു വരുന്ന സ്റ്റേജ് ആണ് 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് 2ഉം 3ഉം കൂട്ടി 5 ആണെങ്കിൽ തിരിച്ച് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ റിവേഴ്സിബിലിറ്റി എന്ന കഴിവ് കുട്ടിക്ക് വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. അതാണ് മൂർത്ത മനോവ്യാപാര ഘട്ടത്തില്. മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ് ആ ഒരു കഴിവ് ഡെവലപ്പ് ആവുന്നത്. ആരോ മെറ്റാകോഗ്നിഷനെ ഇതിൽ പെട്ടതാണോ? ഇല്ല, മെറ്റാകോഗ്നിഷൻ ഇവിടെ വരുന്നതല്ല, നമുക്ക് വരുമ്പോ പറയാം. അത് ഇതുമായിട്ട് അത്ര ബന്ധമില്ല. ചിന്തകളുടെ പുറത്തുള്ള ചിന്തയാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് വേറെ ക്ലാസ്സിൽ പറയാം. ഇനി അത്
നമ്മളിപ്പോ എടുത്തതുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ PRK ആയിട്ട് ബന്ധപ്പെട്ടത് എന്താണ്? സചേതനത്തിൽ ഒന്നുകൂടി പറയൂ. സചേതനത്വമാണ്. ഇതില് ടെലഗ്രാമില് ഈ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യല്ലേ, അപ്പൊ അതിന്റെ ആൻസറും കൂടി ടിക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചൊന്നും അറിയാം, കുറച്ചുകൂടെ ഉപകാരമാകാനും ഞങ്ങൾക്ക് ട്രാവൽ ക്വസ്റ്റ്യൻസ് ഇടുന്ന സമയത്ത് നമ്മൾ ആൻസറും അതിന്റെ കൂടെ കൂടി ഉണ്ടാകും കേട്ടോ. കീ അതിന്റെ കൂടെ ഉണ്ടാവാറുണ്ട്. ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് കീയും കൂടെ അതിന്റെ കൂടെ ഉണ്ടാവാറുണ്ട്. ആൻസർ കണ്ട്, പക്ഷേ ഇത് ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ടിക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ ഉപകാരം. ഇതിപ്പോ നമുക്ക് അറിയാത്ത ആൻസർ ആകുമ്പോ അങ്ങോളം അടുത്തിട്ട് പിന്നെ നോക്കുമ്പോ കുറച്ചൊരു നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിനെല്ലാം കുറച്ചൊരു എളുപ്പമായിട്ട് തോന്നുന്നു. പറ്റുമെങ്കിൽ സജഷൻ പറഞ്ഞു. അതില് പിന്നെ മാറ്റം വരുത്തുമ്പം കുറച്ചുപേരെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നതുണ്ടാവും. അപ്പം ആ മാർക്ക് ചെയ്ത് കഴിഞ്ഞാല് അതെല്ലാം നോക്കിപ്പോന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ പ്രത്യേകം എന്ത് ചെയ്തത്, കീയെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചത്. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാം, ശേഷം എത്ര മാർക്ക് കിട്ടി നോക്കാം. പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഡെവലപ്പ് ആയി എന്നുള്ളത് നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റണമെങ്കിൽ ആ രീതിയിൽ തരണം. അതിൽ മാർക്ക് ചെയ്താൽ നമ്മൾ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. ദെൻ ആരോ ZPD ചോദിച്ചു. ZPD എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ സ്വന്തം കഴിവും ടീച്ചറുടെ സഹായത്താൽ എത്തുന്ന ആ ഒരു ലെവലും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ZPD എന്ന് പറയുന്നത്. പിന്നെ സചേതനത്വം ചോദിച്ചു. സചേതനത്വം എന്ന് വെച്ചാൽ റിമോട്ടിനെ ഫോണായിട്ട് കാണുന്നു. അതേപോലെ പെൻസിലിനെ റോക്കറ്റായിട്ട് അഹം കേന്ദ്രീകൃത അത് സ്വന്തം കാഴ്ചപ്പാടിലാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഇപ്പൊ നമ്മൾ ചെറിയ മക്കളൊക്കെ പറയും, അമ്മ വലുതായാൽ അമ്മക്ക് ഞാൻ ഒരുപാട് മിഠായി വാങ്ങിച്ചു തരും, അല്ലെ അമ്മക്ക് കാറ് വാങ്ങിച്ചു തരും എന്നൊക്കെ പറയും. അപ്പൊ കുട്ടിക്ക് ഇപ്പൊ ആവശ്യം കാറും മിഠായികളൊക്കെയാ. അപ്പൊ അമ്മയ്ക്ക് അതന്നെയാണ് അമ്മയ്ക്കും ആവശ്യം, അല്ലെങ്കിൽ മറ്റുള്ളവർക്കും എന്റെ ആവശ്യങ്ങൾ തന്നെയാണ്. അതായത് തന്റെ കോണിലൂടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കുട്ടി അവിടെ കാണുന്നുള്ളൂ. ആ സ്വന്തം കോണിലൂടെ കാണുന്നതിനെയാണ് നമ്മൾ അഹം കേന്ദ്രീകൃത ചിന്ത എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാവും തിയറിയും ക്വസ്റ്റ്യനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. അപ്പൊ ആ ഡിഫറൻസ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം ഈ ഓരോ സ്റ്റേജിലുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വരിക. നാളെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. ക്ലാസ് ഇതിന്റെ കണ്ടിന്യൂഷൻ നാളെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വരിക. ഒരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ഓരോ സ്റ്റേജിന്റെ പേരും കറക്റ്റ് ആയിട്ട് പഠിക്കുക. ആ സ്റ്റേജിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സും പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ.